യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട്, അടുത്ത വചനം എടുത്ത്, നസ്രേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ கடற்கரைக்கு அருகான கப்பர்நகூமிலே வந்து வாசம் பண்ணினார். கடற்கரை அருகிலும் யோர்தானுக்கு அப்புறத்திலும் உள்ள செபுலோன் நாடும் நப்தலி நாடும் ஆகிய புறஜாதியாருடைய கலிலேயாவிலே ഇരുളിൽ ഇരിക്കും ജനങ്ങൾ, ഇരുളിൽ ഇരിക്കുന്ന ജനങ്ങൾ പെരിയ വെളിച്ചത്തെ കണ്ടാர்கள். പെരിയ വെളിച്ചം കണ്ടോ? പെരിയ വെളിച്ചം കണ്ടോ? മരണ ഇരുളിൻ ദിശയിൽ ഇരിക്കുന്നവർക്ക്, മരണത്തിന്റെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച പെരിയ രാജാവാരെ ഓഗ് പ്രബലൻ, അവൻ ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അവന്റെ റൂളിലിരുന്ന ജനം ഇരുട്ടിലിരുന്നു. കണ്ടോ? ആ ദേശം എന്തായിരുന്നു? മരണത്തിന്റെ ദേശം. ഹല്ലേലൂയ. ഇരുട്ടിലിരുന്ന ദേശം, മരണത്തിന്റെ ദേശം വലിയൊരു പ്രകാശം കണ്ടു. എപ്പോഴാ പ്രകാശം കണ്ടേ? ബാശാനും ഓഗും ബാലിന്റെ ശക്തികളും കീഴടങ്ങിയ ദേശത്ത് വെളിച്ചമുദിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം രാത്രി ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണും. ആ വലിയൊരു വെളിച്ചം നിങ്ങളിലൂടെയാണ് ദൈവം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പട്ടണത്തിലേക്ക് യാത്രകൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ദേശങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുമ്പോൾ, നിങ്ങളിലൂടെ ജനം വലിയ വെളിച്ചങ്ങളെ കാണാൻ പോവാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പലയിടത്തും വന്നത്, യെരുശലേമിൽ വന്നത്, യെരിഹോവിൽ വന്നത്, ഗലീലയിൽ വന്നത്, കപർനഹൂമിൽ വന്നത്, നയീൻ പട്ടണത്ത് വന്നത്, ഒത്തിരി സ്ഥലങ്ങളിൽ BMW-ലോ ബെൻസിലോ ജാഗുവറിലോ എല്ലാം നടന്നാ പോയി മിനിസ്റ്റർ ചെയ്ത്, നടന്നു. അവിടെയല്ല ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞാണ് യേശു വന്നത്. ഒരു കുരുടനുണ്ടെങ്കിൽ കുരുടൻ്റെ കണ്ണ് തുറക്കാൻ അവൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് വന്നു. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നു. ആ കല്യാണ വീട്ടിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് ആവശ്യം വന്നു. അതുകൊണ്ട് ആ പരിഹാരത്തിന് വേണ്ടി യേശു വന്നു. നയീൻ എന്ന പട്ടണത്തിൽ ആ വിധവയുടെ മകനെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. ബഥാനിയിൽ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശു വന്നു. പലരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ യേശു പ്രവർത്തിച്ചിട്ടുള്ളത്. അതേ ദൈവം ഇന്ന് നിങ്ങളുടെ ആവശ്യത്തിനകത്ത് ഇടപെടും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത് മനുഷ്യരല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരേണ്ടത് അപ്പനും അമ്മയല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരേണ്ടത് ഭർത്താവല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരേണ്ടത് ഗവൺമെന്റ് അല്ല. നിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു തരേണ്ടത് സ്വർഗീയ ഗവൺമെന്റ് ആണ്. ആ യേശു നിന്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരാൻ ശക്തനാണ്. ഏത് ആവശ്യത്തിലും നിന്റെ ആവശ്യം ഏതായാലും ഇന്ന് രാത്രി അത് പരിഹരിക്കുവാൻ കഴിവുള്ളവൻ ഈ രാത്രി വന്നിട്ടുണ്ട്. വാ 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 വാ. കരങ്ങളെ തട്ടി അന്യഭാഷ പറഞ്ഞ് ശക്തമായി യെസ് ഓൺലൈനിൽ വചനം കേട്ടോണ്ടിരിക്കുന്ന നിന്റെ ആവശ്യത്തിനകത്ത്, നിന്റെ തലമുറയുടെ ആവശ്യത്തിനകത്ത്, നിന്റെ ആവശ്യത്തിനകത്ത്, നിന്റെ ബിസിനസിന്റെ ആവശ്യത്തിനകത്ത്, നിന്റെ ജോലിയുടെ ആവശ്യത്തിനകത്ത്, തലമുറയുടെ ഫ്യൂച്ചറിന്റെ ആവശ്യത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയുടെ ആവശ്യത്തിനകത്ത്, നിന്റെ സഭയുടെ ആവശ്യത്തിനകത്ത് എന്താണോ നിനക്ക് തേവ അതിനകത്ത് കർത്താവ് വരും. ഹല്ലേലൂയ.
ആവശ്യമുള്ള സമയത്തെല്ലാം നമുക്ക് യേശുവിനെ കാണാൻ കഴിയും. മരിച്ചു പോകേണ്ട എത്രയോ സിറ്റുവേഷൻ വന്നു അല്ലേ? അപ്പോഴെല്ലാം നമ്മൾ നെഞ്ചത്തെ കൈവച്ചിട്ട് യേശുവേ എന്ന് വിളിച്ചു. തോറ്റുപോകുമെന്ന സാഹചര്യം വന്നു, അവിടെയെല്ലാം യേശുവേ എന്ന് വിളിച്ചു. തോൽവിയെ ജയമാക്കി, മരണത്തെ ജീവനാക്കി, പരാജയത്തെ ജയമാക്കി. അതേ യേശു നമ്മുടെ ആവശ്യത്തിൽ യേശു വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. എൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ എൻ്റെ യേശുവിന് മാത്രമേ പറ്റൂ. പക്ഷേ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെ വ്യത്യസ്തമാണ്. ഒരു ജനത്തിൻ്റെ ആവശ്യം പരിഹരിക്കാനല്ല യേശു അവിടെ വരുന്നത്. ഹല്ലേലൂയ. അത് വ്യത്യാസമാണ്. ഇവിടെ യേശു വരുന്നത് ജനത്തിൻ്റെ ആവശ്യത്തെ പരിഹരിക്കാനല്ല, ഒരു പ്രവാചകന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതാ വ്യത്യാസം. ഒന്ന്, നിന്റെ ആവശ്യങ്ങളിൽ യേശു വരും. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്ത് പറയാൻ പറയുന്നത് അടുത്തിരിക്കുന്ന ആളിന് ജീവനുണ്ടോന്ന്. ഈ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഉറങ്ങിയോ മൈൻഡ് ഡെത്തായോ ഇരിക്കുന്നത് ബോഡിയായിരിക്കും. ഈ ചിന്തകൾ കന്യാകുമാരി ബീച്ചിലും ഇരിക്കും, ഇങ്ങനെ ഊടാടി സഞ്ചരിക്കും. അപ്പോൾ പെട്ടെന്ന് കൈപിടിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആൾ തിരിച്ചു വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ പിടിച്ച് പറയാം. അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും തോന്നരുത്. ഇടയ്ക്കിടയ്ക്ക് കൈയടിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. അടുത്ത് ഉറങ്ങിയിരിക്കുന്ന ആൾ എപ്പോഴായിരിക്കും വെട്ടി എണീറ്റ് കൈയടിക്കുന്നത്, എന്തോ സംഭവിക്കുന്നുണ്ടോ. അതായത് നിങ്ങളെ അറ്റൻഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്കറിയാം, പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയാൽ ഞാനും സ്റ്റാൻലി പാസ്റ്ററും 12 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് പ്രസംഗിക്കും. കാരണം ഞങ്ങൾക്ക് യേശുവിനെ പറഞ്ഞ കൊതി തീരത്തില്ല. എനിക്ക് മോശയെ പറയുന്നതല്ല ഇഷ്ടം, ഏലിയാവിനെ പറയുന്നതല്ല ഇഷ്ടം, ദാവീദിനെ പറയുന്നതല്ല ഇഷ്ടം, എനിക്ക് യേശുവിനെ പറയുന്നതാണ് ഇഷ്ടം. കാരണം അവരെല്ലാം യേശുവിൻ്റെ സുഹൃത്തുക്കളാണ്. മോശയിൽ യേശുവിൻ്റെ സാക്ഷ്യമുണ്ട്, ഏലിയാവിൽ യേശുവിൻ്റെ സാക്ഷ്യമുണ്ട്, ഇവരിലെല്ലാം യേശുവിൻ്റെ സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മോശയിൽ ടച്ച് ചെയ്യുന്നത്, ഏലിയാവിൽ ടച്ച് ചെയ്യുന്നത്, ജോസഫിൽ ടച്ച് ചെയ്യുന്നത്. അവരിലൊക്കെ യേശുവുമായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ, ജീസസ്. വിടുതൽ എന്ന് നീ ഏലിയാവിൽ വന്നാൽ വിടുവിക്കപ്പെടില്ല. വിടുതൽ കിട്ടാൻ നീ ഏലിയാവിൽ വന്നാൽ വിടുതൽ കിട്ടത്തില്ല, ജോസഫിൽ വന്നാൽ വിടുതൽ കിട്ടത്തില്ല, ദാവീദിൽ വന്നാൽ വിടുതൽ കിട്ടില്ല. വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ ക്രൈസ്റ്റിൽ വരണം. കരം അടിച്ചു പറഞ്ഞാട്ടെ, നീ ക്രൈസ്റ്റിലാണോ? യു ആർ ഇൻ ക്രൈസ്റ്റ്. നീ വിടുതൽ പ്രാപിച്ചു. നീ ക്രൈസ്റ്റിലാണോ? സക്സസ്. ഹല്ലേലൂയ. പണ്ടേതോ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, വിടുതൽ വേണമെങ്കിൽ വെള്ളയിൽ വരണം. പാവം പിടിച്ചവന് ഒരുപാട് ട്രോളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പറയാം, വെള്ളയിലല്ല, വെള്ളയിലൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല റിച്ച് പീപ്പിൾ ഇടുന്നത് വെള്ളയാണ്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, വെള്ള VIP-കളുടെ ഡ്രസ്സാ. നിങ്ങൾ രാഷ്ട്രീയക്കാരെ നോക്കുക, അവർ VIP-കളാ. അവര് ബ്ലാക്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അവർ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ പെന്തക്കോസ്തുകാരാ. പ്രൈസ് ദി ലോർഡ്. BJP എടുത്ത് നോക്കിയാലും, കോൺഗ്രസ് എടുത്ത് നോക്കിയാലും, കമ്മ്യൂണിസ്റ്റ് എടുത്ത് നോക്കിയാലും, ഒരു റേഞ്ച് കഴിഞ്ഞാൽ അവർ വെള്ളയായിട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളയ്ക്ക് വെള്ളേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്.
ഒരു യൂണീക്ക് കളർ. ഹല്ലേലൂയ. വലിയ വലിയ വിഐപികൾ വെള്ള സ്യൂട്ട് ഇടത്തുള്ളൂ, വെള്ള ഷൂ, വെള്ള സ്യൂട്ട്, വെള്ള വാച്ച് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് TPM-ഉം കൃപാസനവും ഒന്നും പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി മീശ പഠിച്ചവരുടെ മേലെല്ലാം അഭിഷേകമാണോ? എങ്കിൽ പിന്നെ ഷാരൂഖ് ഖാൻ എത്രയോ പേർക്ക് അഭിഷേകം കൊടുക്കണ്ട. ഹൃതിക് റോഷനും ഷാരൂഖ് ഖാനും അമീർ ഖാനും ഒക്കെ. അതിലൊന്നും അല്ല കാര്യം. വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ ക്രിസ്തുവിൽ വരണം. ഹല്ലേലൂയ. മറ്റാരിൽ, അതാ വചനം പറയുന്നത്, മറ്റൊരുവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു നാമം, അത് മേലെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, നസ്രേനായ യേശു. അത് മനസ്സിന്റെ വിടുതലാണെങ്കിലും ആത്മാവിന്റെ വിടുതലാണെങ്കിലും ശരീരത്തിന്റെ വിടുതലാണെങ്കിലും നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ ക്രൈസ്റ്റിൽ വരണം. യെസ് യെസ് യെസ്. ഈ ക്രൈസ്റ്റ് എന്ന നാമം കേൾക്കുമ്പോഴേ കൈ അടിച്ച് ദൈവത്തെ ആരാധിക്കണം. എനിക്ക് യേശുവിനെ കുറിച്ച് ആരെങ്കിലും ഒരു നന്ദി വാചകം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, എനിക്ക് എന്ത് പ്രശ്നം വന്നാൽ എൻ്റെ കണ്ണ് ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ കുട്ടിപ്രായം മുതലേ എനിക്ക് ഫാദർ ആയിട്ട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. എൻ്റെ ജനന സമയം മുതലേ ഫാദറുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എൻ്റെ അമ്മയെ മാത്രമാണ് ഞാൻ ദൈവതുല്യമായിട്ട് കണ്ടുവരുന്നത്. എനിക്ക് ഓർമ്മ വെച്ച പ്രായം മുതൽ എൻ്റെ അമ്മ ജോലിക്ക് പോയിട്ട് അല്പം ലേറ്റായി കഴിഞ്ഞാൽ എൻ്റെ നെഞ്ച് ബാൻഡ് മേളമാണ്. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി, എൻ്റെ കാര്യം തീർന്നു എന്ന് വിധി എഴുതിയ ആളാ. ഹല്ലേലൂയ. നല്ല മെച്യൂരിറ്റി ആയിട്ട് പോലും എനിക്ക് അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത, എൻ്റെ അമ്മ മരിച്ചുപോയി. ഷോക്കിംഗ് ന്യൂസ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റൂമിനകത്ത് ഫാൻ രണ്ടായി ഒടിഞ്ഞു. സിമ്പിൾ. ആദ്യത്തെ സ്പോട്ടിൽ ഫോൺ കോൾ വരും, നിന്റെ അമ്മ മരിച്ചുപോയി. എന്തോ കണ്ണ് നിറഞ്ഞില്ല. എനിക്കറിയത്തില്ല, എൻ്റെ ഹൃദയമല്ലോ കരിങ്കല്ല് പോലെ ഇരുന്നതാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. തളർന്നുപോയി, പ്രയാസമുണ്ടായി. ഞാൻ ആ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ മീറ്റിംഗ് ക്യാൻസൽ ആക്കണ്ട, മീറ്റിംഗ് നടക്കട്ടെ, എൻ്റെ അമ്മയെ മോർച്ചറിയിൽ വെച്ചിരിക്കും, മീറ്റിംഗ് ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ഭയങ്കര പ്രഷർ, ഹൈ പ്രഷർ. ഞാൻ ഒരു മോനേ ഉള്ളൂ, സഹോദരങ്ങളോ വേറെ ആരുമില്ല. ക്രൂരനായ ഒരുത്തനെന്ന് ചിന്തിച്ചു. ആ പാസ്റ്റർ പറഞ്ഞു, നോ പാസ്റ്റർ, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് ബാക്കി മീറ്റിംഗ്. കൺവെൻഷൻ, ബാംഗ്ലൂരിൽ വലിയ കൺവെൻഷൻ. ഒരു രാത്രി സെക്ഷൻ കഴിഞ്ഞുടനെ വന്ന ബാഡ് ന്യൂസ്, എൻ്റെ അമ്മ മരിച്ചുപോയി. ഹല്ലേലൂയ. പെട്ടെന്ന് ആ സ്പോട്ടിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ പാസ്റ്ററും എല്ലാവരും വന്ന് എൻ്റെ അമ്മയുടെ മരണ ശുശ്രൂഷയ്ക്കൊക്കെ പങ്കെടുത്തു. അപ്പോൾ പോലും എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ല. യേശു പറഞ്ഞു, ഐ ആം യുവർ മദർ, ഐ ആം യുവർ ഫാദർ. തണുത്ത് മരവിച്ച് കിടന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അവസാനത്ത് ഉമ്മ കൊടുത്ത്. കാരണം അമ്മ പോയതോടെ ഞാൻ ആരുമല്ലാത്തവനായി. യേശു പറഞ്ഞു, യു ആർ നോട്ട് ഓർഫൺ, ഐ ആം വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. പലരും അമ്മയെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് പകരം അമ്മയാകത്തില്ല. നെവർ. അമ്മയ്ക്ക് പകരം, സ്വന്തം അമ്മയ്ക്ക് പകരം ആരും അമ്മയാകത്തില്ല. ഹല്ലേലൂയ. പലരും അമ്മമാരാകുമെന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലായി, അവരവരുടെ മക്കൾ അവർക്ക് വലുത്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ചിന്തിച്ചു, കർത്താവേ, എല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് എന്താ കണ്ണീര് വരാത്തെ? പക്ഷേ ആരെങ്കിലും യേശുവിനെ പറ്റി നല്ല വാക്ക് പറഞ്ഞാൽ
ഞാൻ കഴിഞ്ഞ ചുമ്മാ ഇരുന്നൊരു മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ജമീമ എന്ന് പറഞ്ഞ കുഞ്ഞ് പബ്ലിക്കില് 10-25,000 പേരുടെ നടുവിൽ യേശുവിനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് പടപടപട കണ്ണീരൊഴുകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ യേശുവിനെയാണ്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ അപ്പനെ കാട്ടിയും എൻ്റെ അമ്മയെ കാട്ടിയും മറ്റാരെ കാട്ടിയും എനിക്ക് എൻ്റെ യേശുവാണ് ഉയിര്. ഐ ലവ് യു ജീസസ്. പോരെ ഇങ്ങനെ നിങ്ങൾ യേശുവിനെ പറ്റി പറയുമ്പോൾ ഒരു രക്തം തിളയ്ക്കണം. സാമ്പാർ വെട്ടി തിളയ്ക്കുന്നത് പോലെ നിന്റെ രക്തം തിളയ്ക്കണം. യേശു യേശു യേശു. ഊണിന് ഉറക്കത്തിൽ എപ്പോഴും യേശു 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 യേശു. ഈ ലോകത്ത് എൻ്റെ വേദനയിൽ ഞാൻ എഴുതിയൊരു പാട്ടാണ്. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. ഈ ലോകം നിനക്ക് അപ്പനുണ്ടോ, അമ്മയുണ്ടോ? എങ്ങനെയാണ് നീ ജീവിക്കുന്നത്? എങ്ങനെ നീ ഫുഡ് കഴിക്കും? അറിയില്ല കേട്ടോ. അവൻ അപ്പനില്ലാത്തവനാണ്, അവൻ അമ്മയില്ലാത്തവനാണ്, അവൻ ആരും ഇല്ലാത്തവനാണെന്ന് ആരും ചിന്തിക്കില്ല. ഈ ലോകം ഉള്ള അവസരവും കൂടെ എങ്ങനെയെങ്കിലും തകർത്ത് ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിലിട്ട് കുഴിക്കകത്തിട്ട് മൂടാനേ നോക്കത്തുള്ളൂ. ജോസഫിന് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോകം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ജോസഫിന് കുഴിയുണ്ട്, നിനക്കും കുഴിയുണ്ട്. മോശയ്ക്ക് ചെങ്കടലുണ്ട്, നിനക്കും ചെങ്കടലുണ്ട്. ജോഷയുടെ മുമ്പിൽ യോർദാനുണ്ട്, നിനക്കും യോർദാനുണ്ട്. ഏലിയാവിൻ്റെ മുമ്പിൽ ഇസബേലുണ്ട്, നിന്റെ മുമ്പിലും ഇസബേലുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ മുമ്പിൽ സിംഹക്കുഴിയുണ്ട്, നിനക്കും സിംഹക്കുഴിയുണ്ട്. ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്തുണ്ട്, നിനക്കെതിരെ ഉണ്ട്. യേശുവിനെതിരെ ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. യോഹന്നാനെതിരെ ഒരു പത്മോസ് ഉണ്ടായിരുന്നു. പത്രോസിനെതിരെ ഒരു കാരാഗ്രഹം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പൗലോസിനെതിരെ പട്ടിണി ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ലോകം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ കാര്യം പറഞ്ഞേ. ഇതുപോലെ എന്നെയും ലോകം ഓടിച്ചിട്ടെറിയുമ്പോൾ ദൈവം എനിക്ക് തന്ന വരികളാണ്. ഞാൻ ഒറ്റയ്ക്ക് ദൈവത്തോട് ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന വരികൾ. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. ഏകനായി ഞാൻ തീരും വേളയിൽ ആരുമറിയാതെ ഉള്ളം തേങ്ങുമ്പോൾ, ഏകനായി ഞാൻ തീരും വേളയിൽ ആരുമറിയാതെ ഉള്ളം തേങ്ങുമ്പോൾ, ആശ്രയം നീ മാത്രം എന്നേശുവേ. സ്നേഹിതൻ നീ മാത്രം എന്നേശുവേ. ആശ്രയം നീ മാത്രം എന്നേശുവേ. സ്നേഹിതൻ നീ മാത്രം എന്നേശുവേ. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി
കേശു മതി. ചേർന്ന് പാടി. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. ദുഃഖ ദുരിതങ്ങളാൽ ഞാൻ തളർന്നിടുമ്പോൾ താങ്ങുവാൻ നീ മാത്രം എന്നേശുവേ. അഗ്നിശോധനയാൽ ഞാൻ നീറിടുമ്പോൾ ചാരുവാൻ നീ മാത്രം എന്നേശുവേ. ദുഃഖ ദുരിതങ്ങളാൽ ഞാൻ തളർന്നിടുമ്പോൾ താങ്ങുവാൻ നീ മാത്രം എന്നേശുവേ. അഗ്നിശോധനയാൽ ഞാൻ നീറിടുമ്പോൾ ചാരുവാൻ നീ മാത്രം എന്നേശുവേ. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. എല്ലാവരും ചേർന്ന് പാടിയേ. ആശ്രയമായി ആനന്ദമായി ആശ്വാസമായി എനിക്കേശു മതി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഇവിടെ യേശു വരുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ യേശു ഇവിടെ വരുന്നേ? പ്രവാചകന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. പ്രവാചകന് വേണ്ടിയിട്ട്. രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് യേശു ഇവിടെ വരുന്നത്. ഒന്ന്, പ്രവാചകന് വേണ്ടിയിട്ട്. രണ്ട്, ദൂത് കേട്ട ഈ രണ്ട് ഗോത്രത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? ഒന്ന്, യെശയ്യാ പ്രവാചകന് വേണ്ടിയിട്ടാണ് വരുന്നത്. രണ്ട്, ദൂത് കേട്ട നഫ്താലി സെബുലൂന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വരുന്നത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂത് കേട്ടവൻ്റെ അടുക്കൽ പ്രവാചകനല്ല വരുന്നത്, നിവർത്തിക്കുവാൻ യേശു കടന്നു വരും. ആദ്യം വരുന്നത് പ്രവാചകനാണെങ്കിൽ തൊട്ട് പിന്നെ വരുന്നത് നസ്രയനായ യേശുവാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നീ ഒരു പ്രവാചകനെ കണ്ടുമുട്ടിയാൽ അടുത്ത് നീ കാണാൻ പോകുന്നത് ഒരു ഏഞ്ചലിക്കൽ എൻകൗണ്ടർ. പോരാ 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 പോരാ. ഒരു പ്രവാചകൻ നിന്റെ തലയിൽ കൈവച്ച് പ്രോഫസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചന ദൂത് നിന്റെ ചെവിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നീ യേശുവിനെ കാണും. യേശു നിന്റെ അരികിൽ വരും. കേട്ട ദൂത് നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. 2025 കേട്ട ദൂതുകളെ ഫുൾഫിൽ ചെയ്യുവാൻ, കേട്ട പ്രോമിസുകളെ നിറവേറ്റുവാൻ യേശു. പോരാ 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 പോരാ. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച്, ഓ ഞാൻ കേട്ട ദൂത ഇന്ന് രാത്രി ഞാൻ ഉയിരോടെ ഇരിക്കുന്നത്, ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം ഞാൻ കേട്ട ദൂതുകളാണ്. പ്രവാചകന്മാര് എന്നോട് പറഞ്ഞ ദൂതുകളാണ് എന്നെ ജീവനോടെ ഇരുത്തിയിരിക്കുന്നത്. നല്ല കൈയടിച്ച് നല്ല കൈത്തട്ടി. പ്രവചനം നിന്റെ ആയുസ്സിനെ കൂട്ടും. പ്രവചനം കേൾക്കുന്നവൻ ദീർഘായുസോടെ ഇരിക്കും. പറ, ദൈവമേ സംസാരിക്കാൻ പറ, ദൈവമേ സംസാരിക്കാൻ പറ. ദൂത് കേട്ടാൽ കൊതി തീരരുത്. നീ പ്രവചനം കേട്ടോണ്ടിരുന്നാൽ, ഓരോ വാഗ്ദത്തങ്ങൾ കേട്ടോണ്ടിരുന്നാൽ അത് നിന്റെ ആയുസ്സിനെ കൂട്ടും. പോരാ 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 പോരാ. നല്ല നല്ല കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച. പ്ലീസ് പ്ലീസ്. നാളെ കഴിഞ്ഞാൽ ആരാധനയില്ല. നല്ല യൂസ് ചെയ്തേ. ഓരോ നിമിഷങ്ങളും എത്ര ശക്തിയോടെ ആരാധിക്കാൻ പറ്റുമോ അത്രയും ശക്തിയോടെ. ചർച്ചിനകത്ത് മാത്രമല്ല, ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുന്നവർ, യെസ്,
പരിശുദ്ധമായ ആരോടൊക്കെയോ സംസാരിക്കുന്നു. യെസ്, ഒരു ഹേമലത എന്ന പേരുള്ള സഹോദരിയുടെ വീട്ടിൽ ഇന്നൊരു ഏഞ്ചലിക്കൽ എൻകൗണ്ടർ നടക്കുന്നു. ആരാധിച്ചോ സഹോദരി, ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ഒരു വലിയൊരു വിടുതലുമായി ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നൊരു കാഴ്ച പരിശുദ്ധാത്മാവ്. പോരാ 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 പോരാ. ശൈലാറാണി ഇന്ന് രാത്രി ആരാധിക്ക്. നീയും നിന്റെ തലമുറകളും പിശാച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, പിശാച് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന നിന്റെ സകല വിഷയങ്ങളുടെ നടുവിലും ഒരു ഏഞ്ചലിക്കൽ എൻകൗണ്ടർ നടക്കത്തില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളെയും 2025 നവംബർ മാസം ദൈവം സാധിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച. ഈ സഭയ്ക്കകത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ജാം ടൈറ്റ് തിക്കും തിരക്കുമുള്ള ഒരു കൂട്ടം സഭയ്ക്കകത്ത് വരുന്നു. ആമേൻ. ദൈവം നോർത്തിനെ തരാൻ പറയുന്നു, ഈസ്റ്റിനെ തരാൻ പറയുന്നു, വെസ്റ്റിനെ തരാൻ പറയുന്നു. ചോദിക്ക് നോർത്തിനോടും വെസ്റ്റിനോടും സൗത്തിനോടും ഈസ്റ്റിനോടും ചോദിക്കുക. ജാതികൾ വരട്ടെ, കൂട്ടമായി രക്ഷിപ്പ് നടക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദേശത്ത് വലിയൊരു വിടുതൽ, ഒരു മഹാമാരിയുടെ അനുഭവം, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു നദി കവിഞ്ഞൊഴുകുന്നത് പോലെ സഭയ്ക്കകത്ത് ജനങ്ങൾ വരും. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞേ. അഭിഷേകം പൊട്ടണ സകല കെട്ടുകളും in the name of Jesus. അഭിഷേകം വരുന്നു. പരിശുദ്ധാത്മാവ്. ഓ ഹല്ലേലൂയ. ഒരിക്കൽ പ്രവചനം കേട്ടവൻ ഇരിക്കുന്നത് ഇരുട്ടിലാണ്. പ്രവചനം കേട്ടിട്ട് എവിടെയാ പോയി ഇരിക്കുന്നേ? ഹലോ, അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ. ദൂത് കേട്ടിട്ട് ഇരുട്ടിൽ പോയി ഇരിക്കരുത്. ഇരുട്ടുള്ളവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇരുട്ട്, ഡാർക്ക്നെസ്. നിന്റെ ചെവിയിൽ വന്ന് കുശുകുശ കുറ്റം പറയുന്നില്ലേ? അവൻ ശരിയല്ല, പാസ്റ്റർ ശരിയല്ല, പാസ്റ്ററിന്റെ ഭാര്യ ശരിയല്ല, പാസ്റ്ററിന്റെ മക്കള് ശരിയല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല. മറ്റുള്ളവരെ ശരിയാക്കാൻ നോക്കുന്നില്ലേ? അവനാണ് ഇരുട്ടിലിരിക്കുന്നത്. ഒരു മർമ്മം ഞാൻ പറഞ്ഞിരുന്നു, ഭയങ്കര സീക്രട്ടാ. പ്രവചനം പറഞ്ഞ പ്രവാചകനെ കുറ്റം പറയരുത്. അവൻ ചരിഞ്ഞു നിൽക്കുന്നവനായിരിക്കാം, കുനിഞ്ഞു നിൽക്കുന്നവനായിരിക്കാം, നിവർന്ന് നിൽക്കുന്നവനായിരിക്കാം, കസേരയിൽ ഇരിക്കുന്നവനായിരിക്കാം, വീണവനായിരിക്കാം, വ്യഭിചാരം ചെയ്തവനായിരിക്കാം. നിന്റെ വാഗൊണ്ട് കുറ്റം പറയരുത്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, പ്രവാചകനെ കുറ്റം പറയരുത്. പ്രവാചകനല്ല, ദൈവം അഭിഷേകം ചെയ്ത ഒരുത്തനെയും കുറ്റം പറയരുത്. ദാവീദ് ബർശബയോട് പോയി പാപം ചെയ്തു അല്ലേ? ദാവീദ് ബർശബയായിട്ട് പാപം ചെയ്തു. ഇന്നും ദൈവം അദ്ദേഹത്തിനെ ഏറ്റെടുത്തു.
അത് കഴിഞ്ഞിട്ട് ദൈവം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു ദാവീദിനെ. അത് വേറെ കാര്യം, അത് വേറൊരു സബ്ജക്റ്റ്. ഇനി ഒരു ദിവസം പ്രസംഗിക്കാം. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഈ നല്ല അപ്പൻ അടിക്കും, നല്ല അപ്പൻ അടിക്കും. അടിച്ചിട്ട് കുഞ്ഞിനെ ഇറക്കി വിടത്തില്ല, മാറോട് ചേർക്കും. ഇനി അടിയിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അവിടെ എണ്ണ ഒഴിക്കും, ട്രീറ്റ്മെൻറ്റും ചെയ്യും. ദാവീദിന് നല്ല അടിയും കൊടുത്തു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ ഹൃദയമാണെന്ന്, നിന്റെ ഹാർട്ട് എൻ്റെ ഹാർട്ട് ഒന്നാണെന്ന്. ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ട് ഇന്നും പല പാസ്റ്റർമാരുടെ സബ്ജക്റ്റ് ദാവീദും ബെർശേബയുമാണ്. ഹല്ലേലൂയ. ദൈവം ക്ഷമിച്ചിട്ടും ഇന്ന് പലരുടെയും സബ്ജക്റ്റ് ദാവീദിന്റെ വാളിലിരിക്കുന്ന രക്തവും ബെർശേബ വിഷയവും. അങ്ങനെ ഉള്ളവന്മാരായിട്ട് നീ ബന്ധത്തിന് പോവരുത്. നിനക്ക് വേണ്ടി ദൂത് പറഞ്ഞ പ്രവാചകനെ കുറ്റം പറയരുത്. ദൈവ അഭിഷേകം ചെയ്ത ഒരുത്തനെയും കുറ്റം പറയരുത്. ദാവീദിന് ദ്രോഹം ചെയ്ത ദാവീദിന്റെ അമ്മാവൻ ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കൊടുത്തു, തട്ടിക്കോളാൻ പറഞ്ഞു. എനിക്ക് അവൻ തലവേദനയാണ്, നീ തട്ടിക്കോന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം പെർമിഷൻ കൊടുത്തു. തലയെ വെട്ടിയെടുക്കാൻ പറഞ്ഞു. അവൻ പോയി തുണിയെ വെട്ടിക്കണ്ട. തലയെ വെട്ടാൻ പോയവൻ തുണിയെ വെട്ടി. ദാവീദ് പത്രോസ് അല്ല, വെട്ടിയാ വെട്ടേണ്ടടുത്ത് വെട്ടുകൊള്ളും. പറഞ്ഞു മനസ്സിലായോ? എറിയാൻ അറിഞ്ഞൂടാത്തത് ശൗലിനാ. പക്ഷെ ദാവീദ് എറിഞ്ഞ കൊള്ളേണ്ടടുത്ത് പോയി കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് 10-12 പ്രാവശ്യം കുന്തമെടുത്ത് ദാവീദിനെതിരെ എറിഞ്ഞു. ശൗല് 10-12 പ്രാവശ്യം കുന്തമെടുത്ത് എറിഞ്ഞു, മുടി തട്ടിപ്പോയി. പക്ഷെ ദാവീദ് ഒറ്റവട്ടം ഒരു കല്ലെടുത്ത് എറിഞ്ഞേ ഉള്ളൂ, ഫിനിഷ്. ഹല്ലേലൂയ. ഒറ്റ ഏറെറിഞ്ഞു, ഫിനിഷ്. അവൻ പോയി തുണി വെട്ടിക്കൊണ്ടുവന്നു. ദൈവം ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ തന്നയല്ലേ, അവൻ എന്താ കൊല്ലാത്തെ? ദാവീദ് പറഞ്ഞു, ദൈവമേ, നീ ഒരിക്കൽ അവനെ അഭിഷേകം ചെയ്തതാണ്, സോ അവനെ ഞാൻ തൊടത്തില്ല. കരങ്ങളെ അടിച്ച് ദൈവത്തിന് നിനക്കെന്ത് വേണോ ചെയ്തോ, പക്ഷെ അവനും ഞാനും തമ്മിൽ ബന്ധമില്ല. അതാണ് 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 നീ നിന്റെ മുമ്പിൽ വീഴുന്നവനെ അല്ല നോക്കേണ്ടത്, അവനെ ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്തതാ. അവൻ വീണ്ടും മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. കരങ്ങളെ അടിച്ചു പറ, കരങ്ങളെ അടിച്ചു പറ. യെസ്. ദൂത് കേട്ടിട്ട് എവിടെയാ പോയി ഇരിക്കുന്നേ? ഇരുട്ടത്ത്. അപ്പൊ പ്രവചനം കേട്ടിട്ട് ഞാൻ ഇരിക്കേണ്ടത് ഇരുട്ടത്തല്ല. പ്രവചനം കേട്ടിട്ട് ഞാൻ ഇരിക്കേണ്ടത് വെളിച്ചത്താണ്. ദൂത് കേട്ടിട്ട് അത് നിന്റെ മേൽ നിവർത്തിയാകുന്നത് വരെ നീ ആ വിഷയം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. എത്ര നേരം പ്രാർത്ഥിക്കണം? നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിടുതൽ ലഭിക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. കരങ്ങളെ വീഴ്ച അടിച്ചു പറ, എനിക്കൊരു വീട്, ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ വീട് തരും. അത് ലഭിക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. പ്രവാചകൻ പറഞ്ഞു, നിനക്കൊരു കാർ തരും. അത് ലഭിക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. പ്രവാചകൻ പറഞ്ഞു, നിനക്കൊരു ജോലി തരും. അത് ലഭിക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിക്കും. പക്ഷെ എൻ്റെ ഡ്യൂട്ടി എന്താ? നമ്മള് ദൂത് കേട്ടിട്ട് ഇരുട്ടത്തിരുന്നോണ്ട് കാത്തിരിക്കുക. എന്നിട്ട് ഇരുട്ട് പറയും, അവൻ കള്ളപ്രവാചകനാണ്, അവൻ പറയുന്നതൊന്നും നടക്കാൻ പോകത്തില്ല. നീ അതിൽ വിശ്വസിക്കാതെ
കുറേ കഴിഞ്ഞ് 4 പേരെടുത്ത് പോയി പറയും, അയ്യോ മറ്റേ പുള്ളിയെ വിശ്വസിക്കരുത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞതാ, നടന്നിട്ടില്ല. എപ്പോ നീ നെഗറ്റീവ് പറയുന്നോ ആ ദൂതെടുത്ത് ഈ ആവശ്യമില്ലാത്തത് മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയി പോകത്തില്ലേ? ഹലോ, ആവശ്യമില്ലാത്ത സാധനം ഡിലീറ്റ് ആയി പോകത്തില്ലേ? എപ്പോഴാണോ എൻ്റെ നാവ് ശരിയല്ല ആ സമയത്ത് കേട്ട പ്രോഫസി ഡിലീറ്റ് ആവും. പിന്നെ വേറൊരു പ്രവാചകൻ അത് പറഞ്ഞാലും നടക്കില്ല. വളരെ ഗൗരവമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രവാചകൻ വന്ന് നിനക്ക് നല്ലൊരു വീട് തരുമെന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനെ ഗ്രാമം തോറും പോയി പറഞ്ഞ് നശിപ്പിച്ചു. പിന്നെ ഒരു പ്രവാചകൻ നിന്ന് വീട് തരുമെന്ന് പറഞ്ഞാൽ അത് ദൈവം കേൾക്കത്തില്ല. അത് പ്രവചനമല്ല, ബ്ലെസ്സിങ്. പ്രവാചകന്മാർക്ക് രണ്ട് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് പ്രവാചകന്മാർക്ക് 2 അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശബ്ദം. 2, അവരും പറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞെന്ന് പറയരുത്. മനസ്സിലായോ? ദൈവം പറഞ്ഞ പ്രോഫസിയാണ് ആഹാബിനോട് പോയി പറഞ്ഞത്. ഞാൻ പറയാതെ മഴയും മഞ്ഞും പെയ്യത്തില്ല. അവനോട് പോയി പറയാൻ പറഞ്ഞു. അവനോട് പോയി പറയാൻ പറഞ്ഞ് ക്ഷാമം വരുമെന്ന് പറയാനാ പറഞ്ഞു. പക്ഷെ ഏലിയാവ് അങ്ങ് പറയുക, ഞാൻ പറയാതെ ഇനി. ദൈവം എന്താ പറഞ്ഞേ? ദൈവം എന്താ ദൂത് കൊടുത്തേ? പ്രോഫസി എന്താ? നിന്റെ ഭരണം ശരിയല്ല, അതുകൊണ്ട് നിന്റെ രാജ്യത്തിൽ എന്ത് വരാൻ പോകുന്നു? കഷ്ടതയും ക്ഷാമവും വരാൻ പോകുന്നു, പഞ്ചം വരാൻ പോകുന്നു. പക്ഷെ ദൈവം പറയാത്തൊരു കാര്യം എന്താ? ഏലിയാവ് പറയാ, ഞാൻ പറയാതെ മഞ്ഞും മഴയും പെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദിക്കാതെ ഏലിയാവ് അങ്ങ് വെല്ലുവിളിക്കുക. നിങ്ങൾ ബാലിനോട് പ്രാർത്ഥിക്കേ. ഏലിയാവ് തന്നെ വെല്ലുവിളിക്കുക, യാഗവസ്തുവിനെ വയ്ക്കാം, നിന്റെ ബാല് തീ ഇറക്കുമെങ്കിൽ. കാരണം കർമ്മേലിലും ഉണ്ടായിരുന്നു ബാലും ബാശാനും ഓഗും. നിന്റെ ഓഗും നിന്റെ ബാശാനും നിന്റെ ബാലും ഈ കാളക്കുട്ടിയിൽ തീ ഇറക്കുമെങ്കിൽ യവന്മാരുടെ പുറകെ ഞാൻ വരാം. അല്ല, ബാശാനും ബാലും ഓഗുമല്ല ദൈവം, എൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവമെങ്കിൽ ഞാൻ പറയുമ്പോൾ തീ വരും. പിന്നെ ദൈവത്തോട് ചോദിക്കാതെ ഏലിയാവിന്റെ ശിഷ്യനോട് വേറൊരു കാര്യം പറഞ്ഞു. 7 വട്ടം പറഞ്ഞയച്ചു. ഒരു മേഘം പൊങ്ങി വരുന്നോന്ന് നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ജോഷുവ അങ്ങ് പറയുക, സൂര്യ സ്റ്റോപ്പ്, അവിടെ നില്ലേ, ഞാൻ പറയാതെ പോകരുത്. ചന്ദ്ര, ഞാൻ പറയാതെ നീ വരരുത്. ഓ, കണ്ടോ മർമ്മം കണ്ടോ? സൂര്യ, ഞാൻ പറയാതെ നീ എന്ത് ചെയ്യരുത്? പോകരുത്. ഞാൻ പറയാതെ നീ വരരുത്. കേട്ടോ? ദൈവം കേട്ടോ? അപ്പൊ പ്രവാചകൻ ദൈവം പറയുന്നത് പറയും, അവന് ഇഷ്ടമുള്ളതും പറയും. രണ്ടും ദൈവം നിവർത്തിക്കും. അതുകൊണ്ട് പ്രവാചകൻ എന്ന് പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, വിശേഷാൽ പ്രവചനം വരെ വാഞ്ചിപ്പീൻ. കരങ്ങളെ വീശി അടിച്ചു പറ, നീ ഇഫ് യു ആർ പ്രോഫറ്റ്, നീ പറയുന്നത് ദൈവം ചെയ്യും. പോരെ നല്ല നല്ല കൈകളെ തട്ടി, നല്ല കൈത്തട്ടി ദൈവം പറയുന്നത് കേൾക്കാനും.
ഈ പ്രവാചകനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഹൃത്ത് ബന്ധമാണ്. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. ഈ പ്രോഫറ്റും ദൈവവും തമ്മിലെ. ദൈവം പറയുന്നത് പ്രവാചകൻ കേൾക്കുന്നു, പ്രവാചകൻ പറയുന്നത് ദൈവം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കേട്ട ദൂതുകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ നമ്മൾ പ്രാപിച്ച ബ്ലെസ്സിങ്, അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാം അറിയാതെ 3 പ്രവാചകന്മാർ വരിക, ഏഞ്ചൽസ്, ദൂതന്മാർ അല്ലേ, 3 പുരുഷന്മാർ, അത് പ്രവാചകന്മാരാ, ദൂതുള്ള ദൂതന്മാർ. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു, അവൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത. അവൻ ഹാബേലിനെ പോലെ ഉള്ളവനായിരുന്നു, ഹാബേലിനെ പോലെ നല്ല ഗുണമുള്ളവൻ. ഏറ്റവും തടിച്ചു കൊഴുത്ത കാളയെ വെട്ടി പാചകം ചെയ്ത് ദൈവപുരുഷന്മാർക്ക് കൊടുത്തു. അവർ തിരിച്ചു പോയുമ്പോൾ 4 അന്യഭാഷ പറഞ്ഞ് ശമ്പല പല 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 സാറയുടെ വയറ്റിനകത്തതാ. അങ്ങനെ ബ്ലെസ്സിങ്ങാ, അവരെ ബ്ലെസ്സിങ്ങാ. ഞങ്ങൾ അടുത്ത ആണ്ട് വരുമ്പോൾ നിന്റെ അവിടുത്തെ കുറവ് അവരറിഞ്ഞു. ഈ 3 പേരും ആ വീട്ടിൽ ഇരുന്നപ്പോൾ അവന് മുകേഷ് അംബാനിയെക്കാട്ടിയും പണമുള്ളവനായിരുന്നു അബ്രഹാം. മുകേഷ് അംബാനിയെക്കാട്ടിയും, അന്നത്തെ കാലത്ത് മുകേഷ് അംബാനിയെക്കാട്ടിയും പണമുള്ള ആളായിരുന്നു ആര്? കാരണം രാജാവിന് ടൈറ്റ് കൊടുത്തവൻ അബ്രഹാം. ആ അബ്രഹാമിനോട് പറയുക, അവന് പണത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ്റെ ആവശ്യം കുഞ്ഞാണ്. അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് ഒരു മകനെ തരും. അത് ബ്ലെസ്സിങ്ങാ. ചെയ്തോ? ദൈവം അതുപോലെ ചെയ്തോ? കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. ദൈവം നിന്നെ വിളിച്ചത് ശപിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നീ അത് സ്വീകരിച്ചു, നിനക്കത് കിട്ടിയതുപോലെ നീ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കരങ്ങളെ തട്ടി നല്ലവണ്ണം. എന്നെയും നിന്നെയും ദൈവം വിളിച്ചത് ശപിക്കാനല്ല, അനുഗ്രഹിക്കുവാൻ. ആരെങ്കിലും നമ്മളെ അനുഗ്രഹിച്ചാൽ മാറി നിന്ന് അവരെ കളിയാക്കരുത്. എന്നെ അനുഗ്രഹിക്കാൻ നീ ആരടാന്ന് ചോദിക്കരുത്. ആരനുഗ്രഹിച്ചാൽ അതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ആരെങ്കിലും ശപിച്ചാൽ കരയും ചെയ്യരുത്. ഹല്ലേലൂയ. ഈ ആരെങ്കിലും ശപിച്ചാൽ കരഞ്ഞാൽ അതിനെ റിസീവ് ചെയ്തെന്നാണ് അർത്ഥം. ഒരാൾ ശപിക്കുക, കൊണപ്പെടാതെ പോട്ടെ, ഉടനെ സൈൻ ചെയ്യുക, അമ്മേ വരട്ടെ പാടാന്ന് പറയണം. നീ നിന്റെ ജാപവും നിന്റെ കൂടെ വണ്ടി കയറി വരട്ടെ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ലവനും പറയുന്നു, നിന്നെ ഈ ജാപം നീ എന്തിനാ തലയിൽ ചുമന്നോണ്ട് നടക്കുന്നത്? വചനം പറയുന്നു, സ്നാനപ്പെട്ട നിന്റെ തലയിൽ ഒരുത്തൻ്റെയും ശാപം ഇരിക്കത്തില്ല. നിന്റെ തലയിൽ അനുഗ്രഹം മാത്രമേ ഇരിക്കത്തുള്ളൂ. ദൈവം നിന്നെ വിളിച്ചത് അനുഗ്രഹം കാണാനും അനുഗ്രഹത്തെ ചുമക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും അത്രേ. പോരാ. യെസ്. ഹല്ലേലൂയ. അപ്പോൾ പ്രവചനം കേട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടത്തിലിരിക്കരുത്. പ്രാർത്ഥനയോടെ അതിലേക്ക് വേണ്ടി കാത്തിരിക്കണം. ഇനി എവിടെയാ പ്രവചനം കിടക്കുന്ന? യെശയ്യാ പ്രവചനം 9:1-2 വായിച്ച്. ഐശയ്യാ ചാപ്റ്റർ 9:1-2. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. വായിച്ചേ. ആകിലും അവർ സെബുലോൻ നാട്ടെയും നപ്തലി നാട്ടെയും ഇടുക്കമായി ഈനപ്പെടുത്തിന്
முந்தின காலத்தில் இருந்தது போல அது இருண்டிருப்பதில்லை. ஏனென்றால் அவர் கடற்கரை அருகிலும் யோர்தான் நதியோரத்திலும் உள்ள புறஜாதியாருடைய கலிலேயாவாகிய அத்தேசத்தை பிற்காலத்திலே மகிமைப்படுத்துவார். இருளில் நடக்கிற ஜனங்கள் பெரிய வெளிச்சத்தை കണ്ടാர்கள். മതി. ഈ രണ്ട് വചനത്തിനും സിമിലാരിറ്റി ഉണ്ടോ? ഹല്ലേലൂയ. അപ്പം മത്തായി 4-ാം അധ്യായത്തിലല്ല സെബുലൂനെയും നഫ്താലിയെയും കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലുണ്ട്. ഈ രണ്ട് വചനത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണാൻ കഴിയുന്നോ? ഒരുപോലെയാണോ? വ്യത്യാസമുണ്ടോ? ഹലോ, ഒരുപോലെയാണോ? വ്യത്യാസമുണ്ടോ? നാളെ സഭായോഗ സമയമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഒരു വ്യത്യാസമുണ്ട്. മത്തായിയിൽ ഇവർ ഇരുന്നു, യെശയ്യാ 9 ഇവർ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? യെശയ്യാവ് പ്രവചിച്ചപ്പോൾ സെബുലൂനും നഫ്താലിയും ഇരുട്ടിൽ നടക്കുന്നതായിട്ടാണ് കണ്ടേ. മത്തായി 4 വന്നപ്പോൾ നടന്ന് ഇരുന്നു. ഇരുത്തം വന്നു, സെറ്റിൽഡായി. എവിടെയാ സെറ്റിൽഡ് ആയത്? ഹലോ, എവിടെയാ പോയി സെറ്റിൽഡ് ആയത്? ഓഗിൻ്റെയും ബാശാന്റെയും ബാലിൻ്റെയും അണ്ടറില് ആ മലയുടെ കീഴെയുള്ള സ്ഥലം ഇത്. ആ മലയുടെ കീഴെ ഇവർ ഇരുട്ടിൽ സെറ്റിൽഡായി. നീ സെറ്റിൽഡ് ആകേണ്ടത് ഇരുട്ടിലല്ല. 2 കപ്പലിനെ പറ്റി ഞാൻ പറയാം. ഒരു കപ്പൽ ടൈറ്റാനിക് കപ്പൽ. എന്താണ് ടൈറ്റാനിക് കപ്പൽ? ദൈവം ഇല്ലെങ്കിലും ഡെസ്റ്റിനിയിലെത്തുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് കപ്പലോടിച്ച കപ്പിത്താൻ്റെയും ട്രാവൽ ചെയ്ത കുറെ ആൾക്കാരുടെയും കപ്പലാണ് ടൈറ്റാനിക് കപ്പൽ, അല്ലേ? ദൈവം തമ്പുരാന് പോലും ഇതിനെ പൊളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുറപ്പെട്ട ടൈറ്റാനിക് കപ്പൽ എവിടെയാ പോയി സെറ്റിൽഡ് ആയത്? അന്റാർട്ടിക്ക സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇരുട്ടിൽ പോയി സെറ്റിൽഡായി. ഹല്ലേലൂയ. സമുദ്രത്തിന്റെ അടിത്തട്ട് വെളിച്ചമാണോ അതോ ഇരുളോ? ഹലോ, ഭൂമിക്കടിയിൽ ഇരുട്ടാണോ വെളിച്ചമാണോ? അപ്പൊ ടൈറ്റാനിക് കപ്പൽ എവിടെയാ പോയി സെറ്റിൽഡ് ആയത്? ഇനി വേറൊരു കപ്പൽ പറയാം, നോഹ അപ്പച്ച ഉണ്ടാക്കിയ കപ്പല്. ആള് പേടിച്ച് ഫുൾ ആശ്രയവും ദൈവത്തിന് കൊടുത്താ പോയത്. എവിടെയാ പോയി സെറ്റിൽഡ് ആയേ? അരരാത്ത് പർവ്വതത്തിൽ വെളിച്ചത്തിൽ പോയി സെറ്റിൽഡായി. കരമടിച്ചു പറ, നിന്നെ ദൈവം സെറ്റിൽഡ് ആക്കുന്നത് ഇരുട്ടിലല്ല, സമുദ്രത്തിന്റെ പാതാളത്തിലല്ല, പാതാളത്തിന്റെ അടിത്തട്ടിലല്ല. ദൈവം നിന്നെ സെറ്റിൽമെന്റ് ചെയ്യുന്നത് അരരാത്ത് പർവ്വതത്തിൽ. കമോൺ, വായികളെ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് നിന്നെയും നിന്റെ സന്തതികളെയും ദൈവം സെറ്റിൽമെന്റ് ചെയ്യാൻ പോകുന്നത് വെളിച്ചത്താണ്, ഉയരത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കില്ല. പോരാ 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 പോരാ. എനിക്കറിയില്ല, അസാധാരണമായ ഒരു അഭിഷേകം ഓൺലൈനിൽ കണ്ടോണ്ടിരിക്കുന്ന അമ്മ വചനം കേട്ടോണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണമായ അഭിഷേകം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സഭയെയും നിന്റെ ശുശ്രൂഷയെയും ഉയരത്തിൽ 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 സെറ്റിലാക്കാൻ പോവാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇനിയൊരു കാര്യം, ഇരുട്ടിൽ ഓടിയാലും നീ ഡെസ്റ്റിനിയിലെത്തത്തില്ല. ഒരാൾ ഇരുട്ടത്തിൽ ഓടിയാ തിരുവനന്തപുരത്തെത്തോ?
ട്രിവേൻഡ്രത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇരുട്ടത്തോടുകയാണ്. അവൻ ട്രിവേൻഡ്രത്തെത്തും. ട്രിവേൻഡ്രത്ത് പോകാന്ന് പറഞ്ഞ് ഒരുത്തൻ ഇരുട്ടത്ത് നടക്കുക. എത്തോ? ഇരുട്ടത്ത് ഓടിയാലും ഇരുട്ടത്ത് നടന്നാലും ഇരുട്ടത്ത് ചാടിയാലും ഒരേ സ്ഥലത്ത് നിന്ന് കളിക്കും. ഹല്ലേലൂയ. അതിൻ്റെ പേരാണ് ശാപം. ആ ശാപത്തിൽ കിടന്ന കഴുതയുടെ കെട്ട് പൊട്ടിക്കാനാണ് യേശു വന്നത്. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറ. ശാപത്തിൽ അടുത്തൊരു മൂവ്മെന്റിൽ പോകാൻ കഴിയാതെ, അടുത്തൊരു സ്റ്റെപ്പിൽ മൂവ് ചെയ്യാൻ കഴിയാതെ, ഓഗിന്റെയും ബാശാന്റെയും ബാലിന്റെയും കെട്ടിൽ തിരിക്കുന്ന ഒരു കഴുതയ്ക്ക് സമമായി നീ ഇരിക്കുമ്പോൾ കർത്താവ് ആ കഴുതയെ നോക്കി പറയുക, ഇതിനെ എനിക്ക് ആവശ്യമുണ്ട്. കെട്ടഴി കെട്ടഴി. ഓ, കരമടിച്ച് യെസ് 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 യെസ്. കഴുത്ത് ഒടിച്ച് കൊല്ലാൻ കെട്ടിയിട്ടിരുന്ന കഴുതയെ സ്വതന്ത്രമാക്കി അതേ കഴുതയുടെ പുറത്ത് കയറി രാജാതി രാജാവായി ഓശാന പാടി യേശു സഞ്ചരിച്ചതുപോലെ നിന്നിലൂടെ യേശു മഹാ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. കമാൻ. ആഹാ 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 ആഹാ. കെട്ടഴിയുന്നു. ബാല് കെട്ടിയ കെട്ട്, ഓഗ് കെട്ടിയ കെട്ട്, ബാശാൻ കെട്ടിയ കെട്ട് ഇന്ന് രാത്രി അഴിയട്ടെ. സെബൂലൂനേ, നഫ്താലിയേ, നിന്നെ ദൈവം സ്വതന്ത്രമാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടോണ്ടിരിക്കുന്ന നീയാണ് നഫ്താലി. വചനം കേട്ടോണ്ടിരിക്കുന്ന നീയാണ് സെബൂലൂൻ. നിന്നെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ ഒരു നഫ്താലിയാണ്, നീ ഒരു സെബൂലൂനാണ്. നീ ഈ സിറ്റുവേഷനിൽ ഇരിക്കേണ്ട ആളല്ല. നമുക്കിപ്പോ രണ്ട് കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യം ചിന്തിച്ചു സെബൂലൂനും നഫ്താലിയും മത്തായിയുടെ സുവിശേഷത്തിലാണ് ഉള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് മനസ്സിലായ ആൾ യെശയ്യാ പ്രവചനത്തിലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കുറേ ഭാഗം വായിച്ചു കേട്ടോ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ബാൽ ഹെർമോൻ പർവ്വതവുമായി ബന്ധപ്പെട്ടൊക്കെ നഫ്താലിയും സെബൂലൂനും ഉണ്ട്. ആ കെട്ടിനകത്തായി പോയതാ ഇവരെ. ഹല്ലേലൂയ അല്ലേ? നഫ്താലിയോട് എങ്ങനെ താബോർ മലയിൽ നിന്ന് 1000-ന് 10,000-ന് വിളിച്ചോണ്ടിരാനല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. ഇനി നഫ്താലിയെ കുറിച്ചുള്ള വാഗ്ദത്തം എന്ത്? അപ്പോ വലിയ വാഗ്ദത്തം ഉള്ളവൻ ഇപ്പൊ എവിടെ? എന്താ അവസ്ഥ? ഇരുട്ടത്ത് നടക്കുന്നു. ഹലോ, വലിയ വാഗ്ദത്തം കേട്ടിട്ട് ആളെന്ത് ചെയ്യുന്നു? ഇരുട്ടത്ത് നടക്കുന്നു, ഇരുട്ടത്ത് ഓടുന്നു, ഇരുട്ടത്ത് ഇരിക്കുന്നു, ഇരുട്ടിൽ ചാടുന്നു, ഇരുട്ടിൽ ക്രിയകൾ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ ചെയ്യുകയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. കാരണം ഇവൻ ശ്രമിക്കുന്നതെല്ലാം എവിടെ ഇരുന്നോണ്ടാ? ഇരുട്ടിലിരുന്നോണ്ട്. ഹല്ലേലൂയ. ഇനി യവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് നമുക്കറിയണം. ഹല്ലേലൂയ. ഇല്ല, യവൻ ഇങ്ങനെ ആയിപ്പോകാൻ്റെ കാരണം എന്താണ്? ഇവൻ ഇങ്ങനെ ഈ സിറ്റുവേഷനിലായി. ആക്ച്വലി ദൈവം ഇവനെ വിളിച്ചത് എന്താണ്? നഫ്താലിയെക്കുറിച്ച്, സെബൂലൂനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പിക്കും. യെശയ്യാ പ്രവചനം 8-ാമത്തെ വചനം വായിച്ചേ. ഐഷ്യ ചാപ്റ്റർ 8:18. இதோ நானும் கர்த்தர் எனக்கு கொடுத்த பிள்ளைகளும் சியோன் பர்வதத்தில் வாசமாயிருக்கிற சேனைகளின் கர்த்தராலே இஸ்ரவேலில் அடையாளங்களாகவும் அற்புதங்களாகவும்
இருக்கிறோம். Praise the Lord. ഇസ്രായേൽ ജനത്തിന് അത്ഭുതമാകേണ്ടവൻ, അടയാളമാകേണ്ടവൻ ഇപ്പൊ എവിടെയായിരിക്കുന്നത്? 9-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോ ഇരുട്ടിൽ നടക്കുന്നു. വാഗ്ദത്തം കേട്ടിട്ട് എവിടെ നടക്കുന്നു? കാരണം എന്താ? ദൂതെന്താ? നീ അത്ഭുതം കാണും, അടയാളം കാണും. അടുത്ത വചനത്തിൽ അവൻ എന്താ ചെയ്തതെന്നറിയാമോ? വായിച്ചേ 19. മൈക്കിൽ കൂടെ. அவர்கள் உங்களை நோக்கி அஞ்சனம் பார்க்கிறவர்களிடத்திலும், കണ്ടോ, വെളിച്ചപ്പാടുകാരോടും முணுமுணன்று ஓதுகிற குறிகாரரிடத்திலும் விசாரியுங்கள் என்று சொல்லும் போது, പ്രവാചകന്റെ പ്രവചനവും കേട്ടിട്ട് ஜனங்கள் தன் தேவனிடத்தில் விசாரிக்க வேண்டியதல்லவோ, ഉயிருള്ളവർക്കാக ചെത്തവർகளிடത്തിൽ വിസാരിക്കലാമോ? Praise the Lord. കണ്ടോ, മനസ്സിലായോ സംഭവം? ചർച്ചിൽ വന്ന് പ്രവചനം കേട്ടു, സഭയിൽ വന്ന് എന്ത് കേട്ടു? പ്രോഫസി കേട്ടു. അതിൽ തൃപ്തിയില്ലാത്തവൻ എവിടെ പോയി? അഞ്ജനം. ഓക്കെ, വെളിച്ചപ്പാടുകാരൻ്റെ അടുത്ത് പോയി, മന്ത്രവാദിയുടെ അടുത്ത് പോയി, ആഭിചാരകന്റെ അടുത്ത് പോയി, അഞ്ജനം പേസുന്നവന്റെ അടുത്ത് പോയി. ഹല്ലേലൂയ. കണ്ടോ? എന്നിട്ട് അത് മാത്രമല്ല ഇവർ ചെയ്തേ, മരിച്ച ആത്മാവിനോട് പ്രാർത്ഥിച്ചു. ഹലോ, ഇനി രാവിലത്തെ ദൂതായിട്ടൊന്ന് കണക്ട് ചെയ്തേ. മരിച്ച ആത്മാവുമായിട്ട് കണക്ട് ഉള്ള ആരെടുത്താ? ഓഗ്, ബാശാൻ, ബാലെ, അവന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചെന്ന്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നീ ഇരുട്ടിലായി പോയത് ഒരു ദൂത് ഞാൻ പറയാം. നീ സഭയ്ക്കകത്ത് പ്രവചനം കേൾക്കുമ്പോൾ സഭയുടെ കോമ്പൗണ്ടിന്റെ പുറത്ത് ഓഗുണ്ട്. നിന്നെ പിടിക്കുവാൻ ബാശാനുണ്ട്, നിന്നെ പിടിക്കുവാൻ ബാലുണ്ട്. കരം അടിച്ച് പറ. മരിച്ചു പോയവന്റെ ആത്മാവ്, അതിന്റെ അർത്ഥം മരിച്ചു പോയവന്റെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് ഡെത്ത് ബാശാൻ, സ്പിരിറ്റ് ഓഫ് ഡെത്ത് ഓഗ്, സ്പിരിറ്റ് ഓഫ് ഡെത്ത് ബാല്. ഓ, കരമടിച്ച്. അതുകൊണ്ടാ പറഞ്ഞ, അവിശ്വാസികളുമായിട്ട് ഇണയില്ല, പിണകൂടരുത്. രക്ഷിക്കപ്പെടാത്തവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകരുത്. മാനസാന്തരപ്പെടാത്തവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകരുത്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ട് നെറ്റിയിൽ കുറിയിട്ട ചേട്ടന്റെ അടുത്ത് ഐ ലവ് യു ചേട്ടാ ഡാർലിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവന്മാർക്ക് റിക്വസ്റ്റ് അയക്കുക, അങ്ങനെയുള്ളവന്മാരുമായിട്ട് ഐ ലവ് യു പറയുക, കാതലിക്കുക. കുഞ്ഞുങ്ങളെ, എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്. ഹല്ലേലൂയ. ഇല്ലമ്മ ഞാൻ ചേട്ടനെ മാനസാന്തരപ്പെടുത്താം പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ആ ചേട്ടൻ കേൾക്കും. കാവി മുണ്ട് മാറ്റിയിട്ട് വെള്ള മുണ്ട് എടുത്തോണ്ട് വരും. തൽക്കാലം നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. അവന്റെ ഉദ്ദേശം നിന്നെ അഭിഷേകത്തിൽ നിന്ന് താഴെ ഇറക്കുക. അത് കഴിഞ്ഞിട്ട് നിന്റെ നട്ടലിനെയും നിന്റെ എല്ലിനെയും ഇടിച്ച് ഓടിച്ച് റൊട്ടി പരുവാക്കി പുറവട്ടം അടിക്കുമ്പോൾ അടിച്ച്. പ്രൈസ് ദി ലോർഡ്. നല്ല വെളുത്ത് ഗോൾഡ് കളറുന്ന കൊച്ചിൻ്റെ അവിടെയായിട്ട് കറുത്ത ഉണ്ട പോലെ ഇരിക്കുക, കറുത്ത് രക്തം ചത്ത് കിടക്കുക. ഇടി. പെണ്ണായാലും ആണായാലും രക്ഷിക്കപ്പെടാത്തവനെ നീ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂട്ടരുത്. അവനുമായിട്ട് നീ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഹല്ലേലൂയ. ഇനി സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് പോലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ റോൾ എടുക്കരുത്.
അതോറിറ്റിയിൽ പോയി സംസാരിക്കണം. കരങ്ങളെ അടിച്ചു പറ. നീ പ്രാർത്ഥിക്കണം, നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതിൻ്റെ അണ്ടറിനകത്ത് കുരുങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. ഓ ഓ ഓ ഓ ഓ മനസ്സിലാകുന്നവർ കരങ്ങളെ അടിച്ച് യെസ് യെസ്. പാസ്റ്റർമാരുടെ മക്കൾ സൂക്ഷിക്കുക, വിശ്വാസികളുടെ മക്കൾ സൂക്ഷിക്കുക. കമോൺ യെസ്. അനേക പാസ്റ്റർമാരുടെ സന്തതികൾ ഈ വോഗിന്റെ ശക്തി കീഴടക്കിയിട്ടുണ്ട്, ഈ ഭാഷാന്റെ ശക്തി കീഴടക്കിയിട്ടുണ്ട്. എത്രയോ പേരുടെ ശുശ്രൂഷകൾ മക്കൾ കാരണം തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, നിന്റെ കുഞ്ഞുങ്ങളെ വിട് 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 വിട്. സൺഡേ സ്കൂളിന് വിടരുത്, സൺഡേ സ്കൂളിന് വിടരുത്, സ്പെഷ്യൽ ട്യൂഷന് വിട്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വിടരുത്, സ്പെഷ്യൽ ട്യൂഷന് വിട്. ആപത്താണ്, ഡേഞ്ചറസ്. ഡേഞ്ചറസ്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞു മതി നിന്റെ ശുശ്രൂഷയെ അടിച്ച് പോടച്ച് കയ്യിൽ തരാൻ. നിന്റെ അഭിഷേകത്തെ, നിന്റെ സമാധാനത്തെ. ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേകമുള്ള കുഞ്ഞ് നിനക്ക് സേഫാണ്. കരങ്ങളെ അടിച്ചു പറ. നിന്റെ കുഞ്ഞിനെ ആരാധിക്കാൻ പഠിപ്പിക്കുക, നിന്റെ കുഞ്ഞിനെ അഭിഷേകത്തിൽ വളർത്ത. അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം മതി. കരമടിച്ചു പറ. നിന്റെ കുഞ്ഞ് അഭിഷേകമുള്ള കുഞ്ഞാണോ, ഒരു വോഗും ഒരു ഭാഷാനും ഒരു ബാലും നിന്റെ തലമുറയെ തൊടില്ല, നിഴലിൽ പോലും വരില്ല. പോരാ 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 പോരാ. കമാൻ. ചൂടം മാനം മാനം ധേരം ധേരം. യെസ് യെസ്. നല്ല കൈയടിച്ച് കൈയടിച്ച്. സന്തതികൾക്ക് വേണ്ടി ആരാധിക്കും. യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്ക് വേണ്ടി കരയണ്ട, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും നിന്റെ പുത്രിമാരും ശിശുക്കളും വൃദ്ധന്മാരും വൃദ്ധകളും യൗവനക്കാരും പ്രവചിക്കും. യാ യാ യാ. ആഹാ. പറ 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 പറ. നിന്റെ മക്കൾ പ്രവചിക്കുന്ന കാലം വരും, നിന്റെ തലമുറ പ്രവചിക്കുന്ന കാലം വരും. 7 വയസ്സുള്ള കുഞ്ഞ് പ്രവചിക്കുന്ന കാലം വരും. 7 വയസ്സുള്ള മകൾ, 7 വയസ്സുള്ള മകൻ നിന്റെ മുമ്പിൽ നിന്ന് പ്രവചിക്കും. ഫയർ. ഓഹോ ഓഹോ ഓഹോ. കരങ്ങളെ തട്ടിപ്പറ, കരങ്ങളെ തട്ടിപ്പറ. 70 വയസ്സ് 80 വയസ്സുമായ പാട്ടിമാരും അപ്പച്ചന്മാരും പ്രവചിക്കുന്ന, ദർശനം കാണുന്ന കാലം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് പോകട്ടെ. ഒരു മേജർ ഷിഫ്റ്റ്, അടുത്തൊരു മൂവ് ദൈവം നിങ്ങളെ കാണിക്കാൻ പോവാ. അടുത്തൊരു സീസണെ കാണിക്കാൻ പോവാ. ഒരു വചനം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 33-ാം അധ്യായം, ഉപാഗമം ഓക്കെ 33:18-19. മോനെ വേഗത്തിൽ ഡിസ്പ്ലേ ഇട്ട്. ഉപാഗമം 18-19. ഓക്കെ. സെബുലൂനെ കുറിച്ച്. അപ്പൊ സെബുലൂന്റെ വാഗ്ദത്തം ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? സെബുലൂൻ നഫ്താലി ആരംഭിക്കുന്നത് മത്തായിലും യെശയ്യാവിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊന്നും അല്ല, ആവർത്തന പുസ്തകത്തിൽ. സെബുലൂനെ കുറിച്ച്, സെബുലോനെ നീ വെളിയെ പുറപ്പെട്ടു പോകയില്ല. കണ്ടോ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ. നീ ട്രാവൽ വ്ലോഗറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ സഞ്ചരിക്കേണ്ടവനാണ്, നീ ഒരിടത്ത് ഇരിക്കേണ്ടവനല്ല. നീ അഴകിയ മണ്ഡപത്ത് മാത്രം ഇരിക്കേണ്ടവനല്ല, നീ നാഗർകോവിൽ മാത്രം ഇരിക്കേണ്ടവനല്ല. നീ ഇന്ത്യയിൽ
ഇന്ത്യയിൽ മാത്രം ഇരിക്കേണ്ടവനല്ല. സെബുലൂനെ, നീ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ പോകുമടാ. നീ ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസിൽ പോകും. നീ ഒരു ദിവസം ഫ്രാൻസിലാണെങ്കിൽ അടുത്ത ദിവസം സ്പെയിനിൽ പോകും. നീ ഒരു ദിവസം സ്പെയിനിലാണെങ്കിൽ നീ അടുത്ത ദിവസം ഓസ്ട്രേലിയയിൽ പോകും. ഒരു ദിവസം നീ ഓസ്ട്രേലിയയിലാണെങ്കിൽ നീ അടുത്ത ദിവസം കാനഡ പോകും. നീ കാനഡയിൽ നിന്ന് USA പോകും. USA നിന്ന് ഇംഗ്ലണ്ടിൽ പോകും. ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിൽ പോകും. സ്കോട്ട്ലൻഡിൽ നിന്ന് അയർലൻഡിൽ പോകും. ഇതാണ് സെബുലൂനെ കുറിച്ചുള്ള വാഗ്ദത്തം. വിളി മാറിപ്പോകരുത്. ട്രാവൽ ചെയ്ത് പോകേണ്ടവൻ ഇപ്പൊ എവിടെ? ഇരുട്ടത്ത് നടന്ന അമേരിക്കൻ വിസ അടിക്കോ? ഇരുട്ടിൽ തിലിരുന്ന അമേരിക്കൻ വിസ കിട്ടോ? ഹല്ലേലൂയ. അപ്പോ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടവൻ ഇരുട്ടത്ത് സെറ്റിൽമെന്റ് ആയിരിക്കുക, ഇരുട്ടുമായി കോംപ്രമൈസ് ചെയ്തിരിക്കുക. സെബുലൂനെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പ്രയാണം. ഇനി അടുത്ത് ഇസ്സഹാരേ, നീ ഉൻ കൂടാരങ്ങളിൽ തങ്ങുകയിലും. കൂടാര ശുശ്രൂഷ പ്രാർത്ഥനയെ കാണിക്കുന്നു. ഹല്ലേലൂയ. ആക്ച്വലി സെബുലൂന്റെ കൂട്ട് ഇസ്സഹാരുമായിട്ടായിരിക്കണം. ഇസ്സഹാറിനെ വിട്ട് എപ്പോ പോയോ സെബുലൂൻ ഇരുട്ടത്തായി പോയി. ഞാനിങ്ങനെയാ പഠിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി. സെബുലൂൻ ഹസ്ബൻഡ് ആണെങ്കിൽ ഇസ്സഹാർ വൈഫായിരിക്കണം. ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്സഹാർ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ യാത്ര സക്സസ് ആയിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്സഹാർ നിനക്ക് കൂട്ടിനുണ്ടെങ്കിൽ നിന്റെ ഹസ്ബൻഡിന്റെ ട്രാവൽ വെളിച്ചത്തായിരിക്കും. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. വെളിച്ചത്തിരിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ട്രാവൽ വെളിച്ചത്തായിരിക്കും. പോരാ 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 പോരാ. നല്ല കൈകളെ തട്ടി ഇന്ന് മുതൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് മുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ഇസ്സഹാരേ, ഇന്ന് രാത്രി എഴുന്നേൽക്കാം. സെബുലൂൻ പ്രയാണമെങ്കിൽ ഇസ്സഹാർ പ്രാർത്ഥനയെ കാണിക്കുന്നു. കൂടാരം പ്രാർത്ഥന. ഹല്ലേലൂയ. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, പാസ്റ്റർ, ഈ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് പ്രാർത്ഥന കൂടാരങ്ങൾ ദൈവം പണിയാൻ പോവാ. അതിനകത്ത് ഒരുപാട് ഇസ്സഹാറന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഇസ്സഹാറന്മാർ കൂടുമ്പോൾ പ്രയാണം ചെയ്യുന്ന സെബുലൂന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. പാസ്റ്റർ, ഞാനൊരു സെബുലൂനാണ്. സ്തോത്രം. ഞാൻ പാസ്റ്റിനെ കുറിച്ചുള്ള ദൂത് പറയാം. സഞ്ചരിച്ച് മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ സെബുലൂനാണ്. അതാണ് പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. അവൻ ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. അവനൊരു ദിവസം നാഗർകോവിലാണെങ്കിൽ ഒരു ദിവസം ട്രിവാൻഡ്രത്ത്. അവൻ്റെ മിനിസ്ട്രിയെ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു ബാലിനും ഒരു വോഗിനും ഒരു ബാസാനും പറ്റത്തില്ല. ഹലോ, ഈ ദൂത് ഞാൻ പറയാം. സെബുലൂനെ നിന്നെ കുറിച്ചുള്ള, ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ഭയങ്കര പ്രോഫസിയാ. സെബുലൂനെ, നിന്നെ കുറിച്ചുള്ള വാഗ്ദത്ത പ്രയാണമാണെങ്കിൽ നിന്നെ എത്ര വലിപ്പമുള്ള കുഴിക്കകത്തിട്ട് മൂടിയാലും നീ അവിടെ നിന്ന് പുറത്ത് വന്നിരിക്കും. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. ജോസഫേ, നീ സഞ്ചരിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഈ കുഴിക്കകത്ത് നീ തീരത്തില്ല. നിന്നെ കോൺക്രീറ്റ് ഇട്ട് മൂടിയാലും നീ അത് പൊളിച്ച് പുറത്തു വരും. പറ 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 പറ. അതാ പൊളിയുന്നു, പൊളിഞ്ഞു മാറുന്നു. മണ്ണിട്ട് മൂടിയവന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്ന സെബുലൂനെ, സ്തോത്രം. 19-ാമത്തെ വചനം വായിച്ചേ. 19.
அனுபவிப்பார்கள். கடல்களில் உள்ள சம்பூரணத்தையும் மணலுக்குள்ளே மறைந்திருக்கும் பொருட்களையும் அனுபவிப்பார்கள் என்றார். ഹലോ, സെബലൂനെ കുറിച്ചുള്ള വാഗ്ദത്തം, നീ പ്രയാണം ചെയ്യേണ്ടവനാണ്. നീ സമുദ്രത്തിലെ സമൃദ്ധിയും അതിനകത്തുള്ള നിക്ഷേപങ്ങളെയും വലിച്ചെടുക്കും. നമ്മൾ സമുദ്രത്തിന്റെ കരയിലിരുന്ന എന്താ കാണുന്നത്? ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ വലിയ തിരയെ കാണുമെന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് ഇതുപോലത്തെ അബദ്ധ ആൻസറുകൾ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തന്ന ആശയം ഞാൻ പറയാം. സമുദ്രത്തിലിരുന്ന കാണുന്നത് കപ്പൽ. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതാ കേട്ടോ. ചിലർ കപ്പലണ്ടി പൊതി കാണാൻ ആഗ്രഹിക്കും. സമുദ്രത്തിൽ എവിടെ കപ്പലണ്ടി, എവിടെ കപ്പലണ്ടി, എവിടെ ഊത്ത്, എവിടെ ഊത്ത്, എവിടെ മറ്റേ ലൈറ്റ്, എവിടെ മറ്റേ 2 കൊമ്പുള്ള സാധനം. ഞാൻ സമുദ്രത്തിൽ പോകാനാ. ചിലർ സമുദ്രത്തിൻ്റെ അടുത്ത് പോയിക്കാണ് ഞാൻ തട്ടുകട എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി കിടക്കുകയാണ്. ഞാൻ സമുദ്രത്തിൽ പോയ ഉടനെ നോക്കുന്നത് കപ്പൽ. കപ്പൽ ബിസിനസിനെ കാണിക്കുന്നു. പറഞ്ഞേ, കപ്പൽ ബിസിനസിനെ കാണിക്കുന്നു. ചെറുപടകുകൾ ബിസിനസിനെ കാണിക്കുന്നു, സമൃദ്ധിയെ കാണിക്കുന്നു, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ കാണിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിലേക്ക് നീ എത്താൻ പോവാ. ഈ രാത്രി കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന നീ കുത്താൻ വരുന്ന പോത്തിനെയും കടിക്കാൻ വരുന്ന പട്ടിയെയും കൊത്താൻ വരുന്ന പാമ്പിനെ അല്ല കാണേണ്ടത്. കണ്ണടയ്ക്കുമ്പോൾ സമൃദ്ധി തരുന്ന കപ്പലുകൾ നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കരമടിച്ച് പോം. യെസ്, come on, come on, come on. Receive the fire of God. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു. ഒരു കപ്പൽ നിറയെ സമൃദ്ധി തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. പത്രോസിന്റെ പടകിനകത്ത് മീൻ നിറച്ചതുപോലെ അമർത്തി കുലുക്കി കവിയുന്ന രീതിയിൽ ദൈവം ഒരു നിറവ്. ഓ, ഭയങ്കര വിടുതൽ നടക്കുന്നു. വലിയ വിടുതൽ നടക്കുന്നു. പറഞ്ഞേ. യെസ്, ശാപമല്ല കാണേണ്ടത്, തോൽവിയല്ല കാണേണ്ടത്, പരാജയമല്ല കാണേണ്ടത്. അനുഗ്രഹങ്ങളെ കാണുവാൻ നിന്റെ കണ്ണിനകത്ത് പ്രകാശം. ഹല്ലേലൂയ. ഇനി നഫ്താലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാം. ക്ഷമയോടെ അതും കൂടെ കേട്ടെ. ഡ്യൂട്രോണമി 33:23. അതിന്റെ തന്നെ നേരെ 23-ാമത്തെ വചനം. നഫ്താലിയെ കുറിച്ച് നഫ്താലി കർത്തരുടെ ദയവിനാലേ തൃപ്തി അടൈந்து. ഹല്ലേലൂയ. പാസ്റ്റർ, ഇത് നിങ്ങൾക്കുള്ള ദൂത. ഇതാണ് 2025 26 മുതൽ 30 വരെ നടക്കാൻ പോകുന്നത്. ഇത് ബെതേൽ ബ്ലെസ്സിംഗ് ചർച്ചിനുള്ള പ്രോഫസിയാണ്. നഫ്താലിയെ കുറിച്ച് പറഞ്ഞത്, നഫ്താലിയേ കർത്തരുടെ ദയവിനാലേ തൃപ്തി അടൈந்து അവരുടെ ആശീർവാദത്തിനാലേ നിറൈந்திருப்பார். കണ്ടോ, നീ എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. എപ്പോഴും നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. അടുത്തതെന്താ? നീ മേറ്റിസയും തെൻദിസയും സുതന്തരിത്തുകൊൾ என்றான். പ്രൈസ് ദി ലോർഡ്. ഹലോ, ഈ പ്രോഫസി കറക്റ്റ് ആണെങ്കിൽ നല്ല കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് നീ പടിഞ്ഞാറിനെയും തെക്കിനെയും വടക്കിനെയും കിഴക്കിനെയും പിടിക്കും. പോരാ. ഹല്ലേലൂയ. പാസ്റ്റർ, ഇതാ നിങ്ങൾക്കുള്ള പ്രോഫസി. തമിഴ്നാടിന്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറിനെ നീ സ്വതന്ത്രമാക്കും. നിന്നിലൂടെ സ്വതന്ത്രമാകുന്നവർ നിന്റെ സഭയിൽ വരും. ഇനി ഒത്തിരി സഹോദരിമാരുണ്ട്. സഹോദരി, നീ ഒരു ഇസ്ഹാറാണ്. അപ്പൊ എന്നെ പോലെ മിനിസ്റ്റർ ചെയ്യുന്നവർ സെബലൂൻ. അപ്പൊ എനിക്കും കിട്ടി ദൂത്. അപ്പൊ എന്നെ പോലെ മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ
ട്രാവലിംഗ് ആയിരിക്കും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവരെത്ര വിചാരിച്ചാലും ഒരിടത്തിരിക്കാൻ പറ്റില്ല. അതോ വിളി അറിഞ്ഞ് മൂവ് ചെയ്യണം. ഹല്ലേലൂയ. വിളി അറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. സ്റ്റാൻലി പാസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ പിള്ളേരുടെ കാര്യം പോലെ എനിക്ക് കഷ്ടമായിട്ട് തോന്നി. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞു അഴകിയ മണ്ഡപം വിട്ടൊരു കളി ഇല്ലെന്നാണ് പറഞ്ഞേക്കും. ഞാൻ അവരോടും പോകത്തില്ല. എനിക്ക് കാനഡയും വേണ്ട, അമേരിക്കയും വേണ്ട, ഓസ്ട്രേലിയയും വേണ്ട. അയ്യോ, ജീവനെ ഇവിടെ കൊടുത്തിരിക്കുക. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, ഞാൻ മരിച്ചാലും എൻ്റെ ശരീരം ആഫ്രിക്കയിലിട്ട് മൂടണം. കാരണം ആഫ്രിക്കയെക്കുറിച്ചുള്ള ദർശനം. അവസാനം ആഫ്രിക്കക്കാരെ ലിവിങ്സ്റ്റന്റെ ഹാർട്ട് ആഫ്രിക്കയിലിട്ട് മൂടി. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അതാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്സഹാർ 3 വ്യക്തിത്വത്താണ് ഞാൻ പറയുന്നത്. ഒന്ന് സെബുലൂൻ, അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവ സഞ്ചരിക്കുന്നിടത്തല്ല സഭ വരും. മനസ്സിലായോ? അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, സെബുലൂൻ സഞ്ചരിക്കുന്നിടത്തല്ല സഭ വരും. ചെറിയ ചെറിയ കൂടാരങ്ങളുമായി അടിക്കും. ഹല്ലേലൂയ. ഇനി ഇസ്സഹാറിനെ കുറിച്ചുള്ള ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കൽ 12-ാം അധ്യായം 32-ാമത്തെ വചനം. ഫസ്റ്റ് ക്രോണിക്കൽ 12:32. വായിച്ച മൈക്കിൽ കൂടെ വായിച്ചേ. ഇസ്സഹാര്യര് இஸ்ரவேல் செய்ய வேண்டியது இன்னதென்று அறிந்து காலாகாலங்களுக்கு தகுந்த யோசனை சொல்லத்தக்க. കണ്ടോ ശ്രദ്ധിക്കണേ. ഇംഗ്ലീഷില് ഇസ്സഹാറിന്റെ സന്തതികൾ സയന്റിസ്റ്റുമാരെന്നാണ് എഴുതിയിരിക്കുന്നത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹലോ, പ്രാർത്ഥിക്കുന്ന അപ്പ, പ്രാർത്ഥിക്കുന്ന അമ്മേ, നിന്റെ തലമുറ സയന്റിസ്റ്റുകളാകുമെന്ന്. അയ്യോ, സന്തോഷമില്ല. നല്ല കൈ തട്ടി തലയ്ക്ക് മീതെ കൈ തട്ടി ആരാധിക്കും. നിന്റെ തലമുറ IAS ആകും. നിന്റെ തലമുറ പൈലറ്റ് ആകും. നിന്റെ തലമുറ IAS ആകും. നിന്റെ തലമുറ IPS ആകും. കമാൻ. നിന്റെ തലമുറ എഞ്ചിനീയർ ആകും. നിന്റെ തലമുറ പ്രൊഫസർ ആകും. നീ പ്രാർത്ഥിക്കുന്ന ഇസ്സഹാർ ആണെങ്കിൽ നിന്റെ തലമുറ ഫാൻസി സ്റ്റോറിൽ നിൽക്കില്ല. കാഷ്യൂ കമ്പനിയിൽ പോകില്ല. അണ്ടി ഓഫീസിൽ പോകത്തില്ല. മുളക് കമ്പനിയിൽ നിൽക്കത്തില്ല. സാരി വിൽക്കാൻ പോകത്തില്ല. നീ ഇസ്സഹാറാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന്റെ പേരായി ഇസ്സഹാർ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ സന്തതി IAS ആകും, ജഡ്ജി ആകും, അഡ്വക്കേറ്റ് ആകും, പോലീസ് സൂപ്രണ്ട് ആകും, സയന്റിസ്റ്റ് ആകും, ഡോക്ടർമാരാകും. ഓ, പ്രാർത്ഥിക്ക്. നിന്റെ തലമുറ നശിച്ചു പോകാതിരിക്കാൻ, ഉന്നത വിദ്യാഭ്യാസം കിട്ടുവാൻ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വേടുണ്ടോ? അറിവാൻ തക്കവണ്ണം കലാജ്ഞാനന്മാരും തലവന്മാരും. തലവന്മാരെന്ന് പറയുമ്പോൾ ലീഡേഴ്സായി മാറുമെന്ന്. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി പ്രയർ ലീഡറാകും. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി വർഷിപ്പ് ലീഡറാകും. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി മ്യൂസിക് ലീഡറാകും. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി യൂത്ത് ലീഡറാകും. അയ്യോ, ഇതൊന്നും കേട്ടിട്ട് അയ്യോ പൊളിറ്റിക്കൽ ലീഡറാകുമെന്നല്ല. തലവന്മാർ. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി എവിടെ പോയാലും അവനാ ലീഡർ.
പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതിയാ നമ്പർ 1. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി സ്കൂളിൽ നമ്പർ 1. പ്രാർത്ഥിക്കുന്ന നിന്റെ സന്തതി കോളേജിൽ നമ്പർ 1. ഇല്ലേ? തലവന്മാരെന്ന് പറഞ്ഞാൽ നമ്പർ 1 അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലവന്മാർ 200 പേർ. 200 പേരെ ഉള്ളൂ എങ്കിലും ബാക്കി ഗോത്രത്തിൽ 10,000 ഉണ്ട് പാസ്റ്ററെ. ഇസ്സഖാറിന്റെ ഗോത്രത്തിൽ 200 ഉള്ളൂ. മറ്റ് 10,000 ഒരുത്തൻ തൂപ്പുകാരനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ പാചകം ചെയ്യുന്നവനായിരുന്നു, ഒരുത്തൻ കസേര ഇടുന്നവനായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചവന്റെ സന്തതി കുറവാണെങ്കിലും ഉള്ളത് മുഴുവൻ ലീഡറായി. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സഭയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സകലതും ലീഡേഴ്സ്. പോരാ 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 പോരാ. അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോ. ചില നിമിഷങ്ങൾ അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. യേശുവേ യേശുവേ. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാനൊരു സെബുലൂനാണോ? ഞാനൊരു നഫ്താലിയാണോ? ഞാനൊരു ഇസ്സഖാറാണോ? ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം. അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്നേഹവാനായ കർത്താവേ, ഈ ജനത്തെ അങ്ങ് അഭിഷേകം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാവരും ദിവസത്തിൽ എഴുന്നേറ്റാട്ടെ. എല്ലാവരും എഴുന്നേറ്റെ. രോഗത്തിൽ കിടന്ന എന്നെ, മരണത്തിൽ കിടന്ന എന്നെ, ഇരുളിൻ്റെ അധീനതയിൽ കിടന്ന എന്നെ ഒരു വലിയൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ചില നിമിഷങ്ങൾ നമുക്ക് കൈയടിച്ച് ഒരു 5 മിനിറ്റ് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തു ജീവിക്കുന്നു. ഈകലോകത്തിൽ താനിനി വേഗവും വരും, രാജരാജാവായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. രാജരാജാവായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, കൊല്ലുന്ന മരണോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, ഇനിക്കെല്ലും ഭയമില്ല, മൃത്യുവിനെ ഞങ്ങൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം യേശു കർത്താവ്. ഹല്ലേലൂയ,
ജയം ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൽ വാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാൽ മണ്ണിലല്ലൽ മഹത്വത്തിനാൽ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാവന്റെ സുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞു ജീവിതമില്ലെല്ലാവൻ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ ഇനി തന്നെ പിരിയുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.